ഈ പായസം ഉണ്ടാക്കണത് എൻ്റെ അമ്മായിയാണ്. അമ്മായിയുടെ പേര് ഉഷ എന്നാണ്. ആൾ ഇനി ഭൂമിയിലില്ല. ആൾ പോയിട്ട് 2 വർഷം തികയാണ്. അടുത്ത മാസം, അതായത് ഡിസംബർ 25 11:30 ആൾ മരിക്കണത്. ആൾ മരിച്ചിട്ട് ഈ ഡിസംബറിൽ വരുമ്പോൾ 2 വർഷം തികയും. ആൾക്ക് പെട്ടെന്ന് ഒരു പനി വന്നതാണ്. 10-24 ദിവസം ആൾ ഹോസ്പിറ്റലിൽ തരുന്നത്. എറണാകുളം കളമശ്ശേരി മെഡിക്കൽ കോളേജിലാണ് കിടന്നത്. അപ്പോൾ ആൾ ഉണ്ടാക്കണ പായസമാണിട്ടത്. ആളൊരു പ്രത്യേക പായസമാണിത്. അപ്പോൾ പാൽപ്പായസമാണ് ആളുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ പച്ചരി ഉണ്ടല്ലോ, പച്ചരി കുക്കറിലിട്ട് വേവിച്ച് അതിന് ശേഷം പാൽ നന്നായി ചൂടായതിന് ശേഷം ഈ പച്ചരി വെന്ത ചോറ് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കും. പിന്നെ ലേശം ഉപ്പിട്ട് കൊടുക്കുക. ആ പാലിനൊരു വെള്ളച്ചോവ ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് തരി ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് അതിനകത്തോട്ട് പാലൊഴിക്കുക. എന്നിട്ട് പാലും ഈ ചോറും കൂടി മിക്സ് ചെയ്യുക. പിന്നെ ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിനകത്ത് ഏലക്കായ ഇടണമെങ്കിൽ ഇടാം. പിന്നെ ഈ പായസത്തിന് തന്നെ പ്രത്യേക ഫ്ലേവറിൻ്റെ ആവശ്യമില്ല. അത് അങ്ങനത്തെ ഒരു പായസമാണ്. പിന്നെ ഇതിനകത്തൊരു നമുക്ക് അണ്ടിപ്പരിപ്പ്, മുന്തിരി, നമുക്ക് നെയ്യൊക്കെ ഒഴിച്ചിട്ടൊക്കെ സെറ്റാക്കാം. പക്ഷെ നമുക്ക് അങ്ങനെ വേണ്ടാന്ന് വെച്ചിട്ട് ഞങ്ങൾ സാധാ ഒരു പായസം ഉണ്ടാക്കി. നല്ല ടേസ്റ്റാണ് ഈ പായസം. അപ്പോൾ അമ്മായി ഉണ്ടാക്കിയതാണ് ആ പായസം. അമ്മായിയുടെ മുഖമൊന്നും ഈ വീഡിയോയിലില്ല. പക്ഷേ ഇത് ഞാൻ എൻ്റെ മൊബൈലിൽ മുന്നേ എടുത്ത് വെച്ച വീഡിയോ ആണ്. അപ്പോൾ ഇപ്പം ഞാനിങ്ങനെ തന്നെ മൊബൈലിൽ നോക്കുമ്പോൾ, ഇപ്പോഴല്ല എപ്പോഴും ഞാനത് നോക്കാറുണ്ട്, എൻ്റെ അമ്മായിയുടെ സൗണ്ടെങ്കിലും ഒന്ന് കേൾക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ എൻ്റെ അമ്മായി ഉണ്ടാക്കിയ പായസമാണിത്.